മിഷൻ 7 എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. മറ്റൊരു പ്രഭാതം കൂടെ കാണാൻ ദൈവം നമ്മെ സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പ്രഭാതത്തിലെ ചിന്താവിഷയം, പ്രകൃതി പോലും ദൈവകൽപ്പന അനുസരിക്കുന്നു. അതിനാധാരമായി വായിക്കുവാൻ ലഭിച്ചിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 27-ാം വാക്യം. എന്നാറെ ആ മനുഷ്യർ അതിശയിച്ചു, ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. കർത്താവ് യേശുക്രിസ്തുവിന്റെ സുവിശേഷീകരണ വേലയുടെ കാലഘട്ടത്തിൽ താൻ ക്ഷീണിതനായി ഒരു ദിവസം തന്റെ ശിഷ്യന്മാരുടെ പടകിൽ വിശ്രമിക്കുകയായിരുന്നു. ഒരു പ്രത്യേക സമയം എത്തിയപ്പോൾ ആ ശാന്തമായിരുന്ന കടൽ പ്രക്ഷുബ്ധമായി, പ്രകൃതി മേഘം കൊണ്ട് നിറഞ്ഞു, ശക്തമായ കാറ്റും ആരംഭിച്ചു. ആ പടക് മുങ്ങുമാറ് വളരെ ശക്തമായ തിരമാലകളാൽ അവർ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. എന്നാൽ കർത്താവ് യേശുക്രിസ്തു അപ്പോ വിശ്രമിച്ച് നിദ്രയിലായിരുന്നു എന്ന് രേഖപ്പെടുത്തുന്നു. എന്നാൽ വർഷങ്ങളോളം ഈ കടലിൽ മത്സ്യബന്ധനം ചെയ്തുകൊണ്ടിരുന്ന കർത്താവിന്റെ ശിഷ്യന്മാരായിരുന്ന പത്രോസും മറ്റു ശിഷ്യന്മാരും ഈ സാഹചര്യത്തെ അതീവ ഭയത്തോടെ കണ്ടു. അവർ ഭയപ്പെടുക മാത്രമല്ല, അവർ കർത്താവ് യേശുക്രിസ്തുവിനോട് അവർ ഉണർത്തി ഈ സാഹചര്യത്തെ ബോധ്യപ്പെടുത്തുവാൻ കാരണമായി. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങയ്ക്ക് വിചാരമില്ലയോ എന്ന് മാർക്കോസ് 4-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ജീവിതത്തിൽ ഇപ്രകാരമുള്ള ശക്തമായ, ഒരുപക്ഷെ അക്ഷരാർത്ഥത്തിൽ ഇത് ഒരു കടലിൽ സംഭവിക്കുകയാണെങ്കിൽ പോലും ഏതു മനുഷ്യന്റെ ജീവിതത്തിലും ഇപ്രകാരമുള്ള സന്ദർഭങ്ങൾ ഏത് തരത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നേക്കാം. നമ്മുടെ പ്രത്യാശയെ, നമ്മുടെ വിശ്വാസത്തെ, സമാധാനത്തെ തകർക്കുന്ന, ജീവൻ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള തോന്നലുളവാക്കുന്ന വിവിധ സംഭവ വികാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം, ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകാം, കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകാം. ദൈവത്തിന്റെ മഹത്വം. എന്നാൽ കർത്താവ് യേശുക്രിസ്തു താൻ ഉണർന്നെഴുന്നേറ്റ് ആദ്യം അവരുടെ അവിശ്വാസത്തെ യേശുക്രിസ്തു ചോദിച്ചു എന്നുള്ളതാണ്. തുടർന്ന് കർത്താവ് യേശുക്രിസ്തു കാറ്റിനെയും തിരമാലകളെയോടും കൽപ്പിച്ചു ശാന്തമാകുവാൻ. ദൈവത്തിന് മഹത്വം. അവിടെ ആദ്യം കാറ്റിനോടും പിന്നെ തിരമാലയോടും. ശാസ്ത്രീയമായി നമ്മൾ പഠിക്കുമ്പോൾ തിരമാല വർദ്ധിക്കുവാനിടയാകുന്ന കാരണം അത് കാറ്റാണ് അതിനൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന് മഹത്വം. അങ്ങനെ കടൽ ശാന്തമായി, കാറ്റും ശാന്തമായി എന്ന് രേഖപ്പെടുത്തുന്നു. മാർക്കോസ് 4-ാം അധ്യായം 39-ാമത്തെ വാക്യം, യേശുക്രിസ്തു കടലിനോട് ആജ്ഞാപിച്ചു, കൽപ്പിച്ചു, കടൽ ശാന്തമായി, തിരമാലകൾ ശാന്തമായി, ഉരുണ്ടുകൂടിയ മേഘങ്ങൾ മാറിപ്പോയി, ആകാശത്തിലെ നക്ഷത്രങ്ങളൊക്കെ അവർക്ക് കാണുവാൻ സാധിച്ചു. അവർ സന്തോഷപൂർവ്വം മറുകരയിലെത്തി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങളെ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരെ, വിവിധങ്ങളായ സാഹചര്യങ്ങളിലൂടെ നാം സഞ്ചരിക്കേണ്ടവരാണ്. ഒരുപക്ഷെ വീക്ഷിക്കുന്ന നിങ്ങൾ പലരും ഇത്തരത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഞാനും എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ സഞ്ചരിച്ച ഒരാളാണ്. 7 പ്രാവശ്യം ഭീതിജനകമായ അപകടങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് 7 പ്രാവശ്യം ഇലക്ട്രിക്കൽ ഷോക്കിലൂടെ വിവിധ സാഹചര്യങ്ങളിലാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാളെന്നുള്ള നിലയ്ക്ക് ദൈവത്തിന് മഹത്വം. ഇതേ സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഏതു സമയത്തും വന്നു ഭവിക്കാം. പ്രത്യേകിച്ച് അന്ത്യകാലമായിരിക്കാൻ അവന്റെ പിശാചിന്റെ സമയം അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ അലറുന്ന സിംഹം പോലെ ഏതു തരത്തിലും ആരെ വിഴുങ്ങേണ്ടു എന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ
ഒരുപക്ഷെ അതിനകത്ത് ഞാനും നിങ്ങൾ അകപ്പെട്ടേക്കാം. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തോടെ നിലനിൽക്കുമെങ്കിൽ ഈ സാഹചര്യത്തിൽ നമുക്ക് പുറത്തു വരുവാൻ ദൈവം നമ്മെ സഹായിക്കും. ഏത് സാഹചര്യമാകട്ടെ അതിൽ നിന്ന് മാറ്റം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ദ സ്പിരിറ്റ് ഓഫ് പ്രോഫസി അതിന്റെ 2-ാം അധ്യായം 307 മുതൽ 309 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആശയം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിപ്രകാരമാണ്: പെട്ടെന്നൊരു നിശബ്ദത അവിടെ ഇഴഞ്ഞെത്തി. ആരും വാക്കു പറഞ്ഞില്ല. എടുത്തുചാട്ടക്കാരനായ പത്രോസ് പോലും തന്റെ ഹൃദയത്തിൽ നിറഞ്ഞ ഭയഭക്തി പ്രകടിപ്പിക്കുവാൻ ഒരുങ്ങിയില്ല. യേശുവിനെ അനുഗമിച്ച വള്ളങ്ങൾക്കും ശിഷ്യന്മാരുടെ അതേ അനുഭവമായിരുന്നു. ഭയവും ഒടുവിൽ നൈരാശ്യവും അവരെ സ്തബ്ധരാക്കി. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് കോലാഹലവും ആരവവും നിറഞ്ഞു നിന്നിടത്ത് യേശുവിന്റെ ആജ്ഞ ശാന്തത വരുത്തി. ഭയമെല്ലാം മാഞ്ഞു. കാരണം അപകടം ഒഴിവായി. കാറ്റിന്റെ ക്രോധം വള്ളത്തെ കരയോട് വളരെ അടുപ്പിച്ചിരുന്നു. യേശുവിന്റെ അതിശയ പ്രവൃത്തി എല്ലാവർക്കും കാണാൻ കഴിഞ്ഞു. കൊടുങ്കാറ്റിന്റെ ഒടുവിലെ നിശബ്ദതയിൽ അവർ പരസ്പരം മെല്ലെ പറഞ്ഞു, ഇവൻ എങ്ങനെയുള്ളവൻ ഉള്ള മനുഷ്യൻ, കാറ്റും കടലും കൂടെ അവനെ അനുസരിക്കുന്നുവല്ലോ. മതിപ്പുളവാക്കുന്ന ഈ സംഭവം ദർശിച്ചവരാരും അത് പിന്നീട് മറന്നിട്ടില്ല. ക്രിസ്തീയ ഗോളത്തിൽ അനേക ശുശ്രൂഷ മേഖലയിൽ നിൽക്കുന്നവർ, വിശ്വാസികൾ ഇതേ സാഹചര്യത്തിൽ ദൈവത്തിന്റെ ഭയങ്കരമായ അത്ഭുതം കണ്ട് ഇന്നും വിശ്വാസ മേഖലയിൽ നിൽക്കുന്ന ആളുകളുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളെ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദൈവം വിവിധങ്ങളായ സാഹചര്യത്തിലും നമ്മെ സംരക്ഷിക്കുവാൻ അവൻ ശക്തനാണ്. അവനൊരു വാക്ക് കൽപ്പിച്ചാൽ എല്ലാറ്റിനും പരിഹാരമുണ്ടാകും എന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ ഈ പ്രഭാതത്തിൽ നിങ്ങളോട്, ഏത് പ്രശ്നമാണ് നിങ്ങളുടെ ജീവിതത്തിൽ? നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലാണോ, കുടുംബ ബന്ധത്തിലാണോ, അതോ നിങ്ങളുടെ പ്രവർത്തന മേഖലയിലാണോ? നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നമായാലും അതിനോട് കൽപ്പിക്കുവാൻ കർത്താവ് യേശുക്രിസ്തുവിന് കഴിയും. ദൈവത്തിന്റെ മഹത്വം. നമ്മൾ വിശ്വാസത്തോടെ നിലനിന്നാൽ അത് സാധിക്കും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന്റെ മഹത്വം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ സ്വർഗീയ നല്ല ദൈവമേ, ശിഷ്യന്മാരോടുള്ള ഒത്തുള്ള യാത്രയിൽ അവർ അനുഭവിച്ച വളരെ ഭീതിജനകമായ ആ കടൽക്ഷോഭത്തിന്റെ നടുവിൽ കർത്താവ് യേശുക്രിസ്തു കടലിനോടും കാറ്റിനോടും ശാന്തമാകുവാൻ പറഞ്ഞു. അവർ ശാന്തമായതുപോലെ കർത്താവിന് മഹത്വം. ഞങ്ങളുടെ ജീവിതത്തിലും പലപ്പോഴുരും വിവിധങ്ങളായ ശക്തമായ പ്രശ്നങ്ങൾ നേരിട്ട അവസ്ഥയുണ്ടാകും കർത്താവേ. എന്നാൽ ഞങ്ങളെ ശ്രവിക്കുന്ന, ഞങ്ങളെ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഇതുപോലെ അക്ഷരാർത്ഥത്തിൽ കടലിലെങ്കിലും ആയിരിക്കുന്ന ജീവിത നിലവാരത്തിൽ അവർ അനുഭവിക്കുന്ന ശക്തമായ പ്രതികൂല സാഹചര്യത്തെ തരണം ചെയ്യുവാൻ അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ആമേൻ. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. അങ്ങനെയാണെങ്കിൽ ഈ ഞങ്ങളെ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരുടെ സകലവിധ പ്രശ്നങ്ങളെ അങ്ങ് പരിഹരിച്ച് നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അടുത്ത് അവരുടെ സാക്ഷ്യം കേൾപ്പാനിട വരണമേ. അവരനുഭവിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളെ ശാന്തമാക്കി ഒരു നല്ല തുറമുഖത്ത് സമാധാന ജീവിതത്തിലേക്ക് അവരെ നയിക്കണമേ. അങ്ങനെ അങ്ങ് വരുവോളം ശാന്തമായ സമാധാന ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് സാധ്യമാക്കി തരണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ. ആമേൻ.